ഹായ് ഫ്രണ്ട്സ്, ടെക് ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മന്ത്ര ഡിവൈസ് അത് എങ്ങനെ പുതിയ സോഫ്റ്റ്വെയർ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ നേരത്തെ മന്ത്ര ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഴയ വെർഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അതിനായി നമ്മൾ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യണം. കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തിട്ട് പ്രോഗ്രാം ആൻഡ് ഫീച്ചേഴ്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മന്ത്ര RD സർവീസ് ആദ്യമായിട്ട് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. കൺട്രോൾ പാനലിൽ നിന്നും പ്രോഗ്രാം ആൻഡ് ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കാണുന്ന RD സർവീസാണ് ആദ്യം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നത്. അതിനുശേഷം മന്ത്ര ഡിവൈസിൻ്റെ ഒരു സോഫ്റ്റ്വെയർ, ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉണ്ടാവും, MFS 100 എന്ന് പറഞ്ഞിട്ട്. ആ സോഫ്റ്റ്വെയർ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടി വരും. ഈ രണ്ട് സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അതിനുശേഷം നമ്മൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ദിസ് PC അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ ആണെങ്കിൽ അത് ദിസ് PC ആണെങ്കിൽ ഓക്കെ, അതിൽ നമ്മൾ C ഡ്രൈവ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളവിടെ സെർച്ച് ചെയ്ത് നോക്കുക, അവിടെ മന്ത്ര എന്നുള്ള ഫോൾഡർ ഉണ്ടോ എന്ന്. ഇല്ലെന്നുള്ളതിന് നമ്മൾ പ്രോഗ്രാം ഫയൽസിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കുക, മന്ത്ര എന്നുള്ള ഫോൾഡർ അവിടെ കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത്, നമ്മുടെ ഫോൾഡറിനകത്ത് ആ മന്ത്ര എന്നുള്ള ഫോൾഡർ ഇല്ല. പ്രോഗ്രാം ഫയലിൻ്റെ രണ്ട് ഫോൾഡറുകളും നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കണം. രണ്ട് ഫോൾഡറിനകത്തും മന്ത്ര എന്ന സോഫ്റ്റ്വെയർ ഫോൾഡർ ഉണ്ടോ എന്ന് നോക്കണം. മന്ത്ര എന്ന ഫോൾഡർ ഇല്ല എന്നുള്ളതൊരു കുഴപ്പമില്ല. മന്ത്ര എന്ന ഫോൾഡർ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയണം. ഈ രണ്ട് ഫോൾഡറിനകത്തും മന്ത്ര എന്നുള്ള ഫോൾഡർ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അഥവാ നമുക്ക് ഈ രണ്ട് ഫോൾഡറിൽ എവിടെയെങ്കിലും മന്ത്ര എന്നുള്ള ഫോൾഡർ കണ്ടു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി സ്റ്റാർട്ട് മെനുവിൻ്റെ തൊട്ടടുത്തുള്ള സെർച്ച് ബാറിൽ നമ്മൾ റൺ എന്ന് ടൈപ്പ് ചെയ്യുക. റൺ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം റൺ കമാൻഡ് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ടെമ്പററി ഫയൽസ് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അതായത് ആദ്യം നമ്മൾ പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം TEMP എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ അടിച്ചു കൊടുത്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓപ്പണായി വരുന്ന ഫോൾഡറിൽ നിന്ന് നമ്മൾ Ctrl A ഉപയോഗിച്ച് അത് മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. ആ ടെമ്പററി ഫോൾഡറിൽ ഉണ്ടായിരുന്ന എല്ലാ ഫയലുകളും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം വീണ്ടും നമ്മൾ സെർച്ച് ബാറിൽ വന്ന് റൺ കമാൻഡ് കൊടുക്കുക. റൺ കമാൻഡിൽ ടെമ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. TEMP എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ അമർത്തുക. ഈ ഫോൾഡറിലും കിടക്കുന്ന എല്ലാ ഫയലുകളും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം റൺ കമാൻഡ് ഒരിക്കൽ കൂടി നമ്മൾ റൺ ചെയ്യിക്കുക. അതിൽ റൺ കമാൻഡിൽ നമ്മൾ പ്രീഫെച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. PREFETCH പ്രീഫെച്ച് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. വിൻഡോസ് പെർമിഷൻ ചോദിക്കുന്നുണ്ട്, കണ്ടിന്യൂ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഈ ഫോൾഡറിലുമുള്ള എല്ലാ ഫയലുകളും ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതെല്ലാം ടെമ്പററി ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ആവുന്ന ഫയലുകളാണ്. ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുക. അതിനുശേഷം
അതിനുശേഷം റൺ കമാൻഡ് ഒന്നുകൂടി നമ്മൾ കൊടുക്കുകയാണ്. റൺ കമാൻഡിൽ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് REGEDIT എഡിറ്റ്, റെജ് എഡിറ്റ് എന്ന് പറഞ്ഞ റെജ് എഡിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മാറിപ്പോകരുത്, അക്ഷരം മാറിപ്പോയി കഴിഞ്ഞാൽ കമാൻഡ് മാറിപ്പോവും. ഇപ്പോൾ ഓപ്പണായി വരുന്ന വിൻഡോയിൽ നിന്ന് HKey ലോക്കൽ മെഷീൻ എന്ന ആ ഫോൾഡറിൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്നതിന് ശേഷം സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്യുക. സോഫ്റ്റ്വെയറിനകത്ത് മന്ത്ര എന്നൊരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡർ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മന്ത്രയുടെ സൈറ്റിലേക്ക് പോകാം. മന്ത്രയുടെ സൈറ്റ് പോകുന്നതിന് വേണ്ടിയിട്ട് മന്ത്ര RD സർവീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ ആദ്യം കാണുന്ന മന്ത്ര ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആദ്യം കാണുന്ന ലിങ്ക് മന്ത്ര സോഫ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ വെബ്സൈറ്റിൻ്റെ പേര്. ഇത് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പണായി വന്നു കഴിയുമ്പോൾ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസ് അവിടെ കാണാം. നമ്മളിപ്പം ചെയ്യുന്ന ഡിവൈസ് മന്ത്രയുടെ MFS 100 എന്ന് പറയുന്ന ഡിവൈസിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി രണ്ടെണ്ണം മന്ത്രയുടെ ഐറിസും മന്ത്രയുടെ വേറൊരു മോഡലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് MFS 100 എന്നുള്ള മോഡലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനകത്ത് ആദ്യം കാണിക്കുന്ന കുറേ ഡോക്യുമെൻറ്റ്സ് അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, RD സർവീസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നൊക്കെ പറയുന്ന കുറേ ഡോക്യുമെൻറ്റ്സാണ് ഇതിനകത്തുള്ളത്. ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. അതിൻ്റെ മുകളിലായിട്ട് ആ ടാബിൻ്റെ തൊട്ടടുത്തായിട്ട് ഡ്രൈവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കും, യൂസറിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. അതിനകത്ത് നമ്മൾ കൺട്രി അടിച്ചു കൊടുക്കുക, ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇമെയിൽ ഐഡിയും മൊബൈലും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് OTP കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലോട്ടൊരു OTP വരുന്നുണ്ടാവും. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈലിനകത്തല്ല, നമ്മുടെ ഇമെയിലിലാണ് OTP വരുന്നത്. ആ OTP നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫിക്കേഷൻ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വിൻഡോ വരുന്നുണ്ട്. ആ വിൻഡോയിൽ നമ്മുടെ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ മന്ത്ര ഡിവൈസിൻ്റെ ഡ്രൈവറാണ് ആദ്യം ഡൗൺലോഡ് ആവുന്നത്. അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. മന്ത്ര ഡിവൈസിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും MFS 100 എന്നുള്ള ഓപ്ഷനിൽ പോയി RD സർവീസ് ക്ലിക്ക് ചെയ്യുക. RD സർവീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ MFS 100 വിൻഡോസ് RD സർവീസും കാണാം, ആൻഡ്രോയിഡ് RD സർവീസും കാണാം. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിൻഡോസിൻ്റെ RD സർവീസ് ഡൗൺലോഡ് ചെയ്യുക. ഇനി നമുക്കിത് ഡൗൺലോഡായ ഫോൾഡർ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രൗസറിൻ്റെ വലത്തേറ്റം കാണുന്ന 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ഫോൾഡറിനകത്ത് സെലക്ട് ചെയ്യാം. ഡൗൺലോഡ് ഫോൾഡറിനകത്ത് വന്നു കഴിഞ്ഞിട്ട് ഫോൾഡർ സെലക്ട് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മുടെ ഡ്രൈവർ സോഫ്റ്റ്വെയറിൻ്റെ മുകളിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ട് ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് MFS 100 ഡ്രൈവർ എന്നുള്ള സോഫ്റ്റ്വെയറാണ് ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓർക്കുക, നമ്മൾ MFS 100 എന്നുള്ളതിൻ്റെ മുകളിൽ വെച്ച് മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഫിനിഷ് ആയിട്ടുണ്ട്, ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്.
അപ്പോൾ താഴെ ടാസ്ക് ബാറിൽ മന്ത്രയുടെ ഒരു ചിഹ്നം വന്നിട്ടുണ്ട്. അവിടുന്ന് മന്ത്രയുടെ ചിഹ്നം അവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ക്യാപ്ചർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മന്ത്രയിൽ ഒരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ടാവും. നമ്മുടെ വിരൽ വെച്ച് കൊടുത്ത് അത് പതിഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണ്, ഡ്രൈവർ ഓക്കെ ആണ്. അതിനുശേഷം മന്ത്രയുടെ RD സർവീസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. വരുന്ന വിൻഡോയിൽ നിന്ന് നെക്സ്റ്റ് കൊടുത്ത് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ മന്ത്രയുടെ RD സർവീസും ഇൻസ്റ്റാൾ ആവും. ഈ 2 സോഫ്റ്റ്വെയറാണ് നമ്മുടെ മന്ത്ര സർവീസിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇപ്പോൾ RD സർവീസും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ വന്ന മെസ്സേജിനകത്ത് നമ്മുടെ മന്ത്ര ഒന്ന് ഊരി കുത്താൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന പോർട്ടിൽ നിന്ന് ഒന്ന് റിമൂവ് ചെയ്തിട്ട് രണ്ടാമതൊന്നും കൂടെ കുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ RD സർവീസ് ആക്റ്റീവ് ആവുകയുള്ളൂ. ഇത്രയുമാണ് നമ്മുടെ മന്ത്ര ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതികൾ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. നെറ്റ്വർക്ക് ഫ്രെയിം ഈസ് റെഡി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. RD സർവീസ് ക്ലിയർ ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. എൻ്റെ ചാനൽ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.